വി സിക്ക് പിടിവാശിയോ എന്നാണ് ചോദ്യം. വി സിക്ക് പിടിവാശിയാണ്. മാത്രവുമല്ല, വി സി യഥാർത്ഥത്തിൽ കേരള സർവകലാശാലയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എമ്പുരാൻ എന്ന സിനിമയിലെ മുന്ന എന്ന കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയാണ് എന്നതാണ് എൻ്റെ ടേക്ക്. ആ പിടിവാശി ഗവർണർ തുടങ്ങി വെച്ച ഒരു വലിയ വിവാദത്തിൻ്റെ തുടർച്ചയാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആരിഫ് മുഹമ്മദ് ഖാനുള്ള സമയത്ത് തുടങ്ങിയതാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു വി സി എന്നുള്ളതാണ്. വി സിക്ക് പിടിവാശിയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ സ്ഥാപിക്കാം. അതിനോടൊപ്പം ഒരു കാര്യം നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട്. കേരള സർവകലാശാല അടുത്ത കാലത്ത് നേടിയ നേട്ടങ്ങൾ നമ്മൾ വിസ്മരിക്കരുത്. ആ സർവകലാശാലയുടെ നേട്ടങ്ങളുടെ മേലാണ് ഇപ്പോൾ കടക്കൽ കത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് വി സി. NIRFൻ്റെ റാങ്കിങ്ങിൽ ആകെയുള്ള കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ 300 കോളേജുകൾ എടുത്തു നോക്കിയാൽ 71 അതിൽ ഭൂരിപക്ഷം കോളേജുകളും കേരള സർവകലാശാലയുടെ പരിധിയിൽ വരുന്ന കോളേജുകളാണ്. നമ്പർ 1. നമ്പർ 2, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ മികവുള്ള കുട്ടികൾ അവിടെ പഠിക്കാൻ വരുന്നു എന്നുള്ളത് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന കണക്കാണ്. ദേശീയ ശരാശരി 28.4 ആകുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്ന അഥവാ +2 കഴിഞ്ഞ് കോളേജുകളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എൻറോൾമെൻറ്റ് റേഷ്യോ 41.3 ആണ്. എപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിലുമടക്കം വിവിധ സർവകലാശാലകളിൽ വിവിധ കോഴ്സുകൾക്കുള്ള സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴും ദേശീയ ശരാശരിയേക്കാൾ ഏകദേശം 40% ഉയർന്നതാണ് കേരളത്തിൻ്റെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്. ലിംഗ സമത്വ സൂചികയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 1-ാം സ്ഥാനമാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാല കൂടിയാണ് കേരള സർവകലാശാല. NIRFൻ്റെ റാങ്കിങ്ങിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡ് നേടിയാണ് 9ാമത്തെ റാങ്കാണ് പൊതു സർവകലാശാലകളുടെ കണക്കിൽ കേരള സർവകലാശാലയ്ക്കുള്ളത്. അവിടുത്തെ ഗവേഷണ വിഭാഗങ്ങളുടെ മികവ് കൂടി കണക്കിലെടുത്തുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ 88ാം സ്ഥാനമാണ് നമ്മുടെ കേരള സർവകലാശാലയ്ക്കുള്ളത്. നാക്കിൻ്റെ AA+ നേടിയ ആദ്യത്തെ സർവകലാശാലയാണ് കേരള സർവകലാശാല. ഈ കേരള സർവകലാശാലയുടെ നേട്ടങ്ങളൊന്നും മോഹൻ കുന്നുമേൽ കൊണ്ടുവന്നതല്ല, രാജേന്ദ്ര ആർലേക്കർ കൊണ്ടുവന്നതല്ല, ആരിഫ് മുഹമ്മദ് ഖാൻ കൊണ്ടുവന്നതല്ല. അവിടെ സർവകലാശാലയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്ത അവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ അക്കാദമിക് സമൂഹത്തിൻ്റെ മെറിറ്റാണ്. ആ അക്കാദമിക് സമൂഹത്തിൻ്റെ മെറിറ്റിൻ്റെ മുഖത്ത് നോക്കിയാണ് വി സി യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതെങ്ങനെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. വി സി എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ കളി തുടങ്ങിയത്? എപ്പോഴാണ് തുടങ്ങിയെന്നറിയാമോ? വി സിക്ക് പിടിവാശി തീർന്നിട്ടില്ലെന്ന് പറയാനുള്ള കാരണം ഈ സംഭവങ്ങൾ തുടങ്ങി വെച്ചത് വി സി ആണ്. ജിമ്മി, എങ്ങനെയാണ് ഈ ആദ്യം രജിസ്ട്രാറിന് അപേക്ഷ കൊടുക്കുമ്പോൾ ഈ പത്മനാഭ സേവാ സമിതിക്കാർ ആദ്യം രജിസ്ട്രാർക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് റിജക്റ്റ് ചെയ്യുന്നത്? അതിനുശേഷം വീണ്ടും പിൻവാതിലൂടെ വരുന്നു. ആര് വഴി? വി സി വഴി വരുന്നു. ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് രജിസ്ട്രാറായിട്ടും വി സി രജിസ്ട്രാർക്ക് സ്പെഷ്യൽ കുറിപ്പ് കൊടുക്കുകയാണ്. ഇത് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവരുടെ ഈ സമിതിയെ ഈ പരിപാടി ഇവിടെ നടത്തുന്നതിൽ അക്കാദമിക് താല്പര്യമില്ല എന്നതായിരുന്നു രജിസ്ട്രാറിൻ്റെ നോട്ട്. ഇനി അതല്ലെങ്കിൽ പോലും രജിസ്ട്രാർ അത് നിഷേധിക്കുകയും പിന്നീട് വി സി നിർബന്ധിക്കുകയും വി സിയുടെ കുറിപ്പോട് കൂടിയാണ് രജിസ്ട്രാർ അത് അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ ദിവസം ചാൻസലർ ആ സ്ഥലത്ത് വരുന്ന സമയത്ത് വൈസ് ചാൻസലർ ആ സ്ഥലത്ത് വേണ്ടേ? ആ സ്ഥലത്ത് വൈസ് ചാൻസലർ ഉണ്ടായിരുന്നോ? ആ സ്ഥലത്ത് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വൈസ് ചാൻസലർ ആ പരിപാടിയിൽ നിന്നും മാറി നിന്നു. അതാണ് ഞാൻ മുന്ന എന്ന് പറഞ്ഞത്. ആ പരിപാടിയിൽ സർവകലാശാലയെ ഒറ്റിക്കൊടുത്തു. ഈ പരിപാടി അവിടെ നടത്താതിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമോ? എൻ്റെ ചോദ്യം ഇതാണ് ജിമ്മി, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇവിടെ ഈ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് വി സി ഈ പരിപാടി നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ പ്രതിഷേധം ഉണ്ടാവുമോ? ഈ പ്രതിഷേധത്തിൻ്റെ തുടക്കം അവിടെ നിന്നല്ലേ? സ്റ്റാർട്ടിംഗ് പോയിന്റ് വി സി രജിസ്ട്രാർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമല്ലേ ഈ പരിപാടി നടത്താൻ അവിടെ അനുവദിക്കണം എന്ന് രജിസ്ട്രാർക്ക്. വി സി കൊടുത്താൽ രജിസ്ട്രാർക്ക് നിഷേധിക്കാൻ പറ്റുമോ? വി സിയുടെ ഉത്തരവിനെ പിന്നീട് റിവോക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അടിയന്തരമായി സിൻഡിക്കേറ്റ് വരണം. ആ ഘട്ടത്തിൽ സിൻഡിക്കേറ്റ് വിളിക്കേണ്ടതാരാ? വി സിയാ. വി സി വിളിക്കില്ല. അപ്പോൾ നിയമപരമായി രജിസ്ട്രാർ ബാധ്യസ്ഥനാവുകയായിരുന്നു. ആ പരിപാടി ചാൻസലർ വരുന്ന പരിപാടിയാണെങ്കിൽ സർവകലാശാലയിൽ ഹോസ്റ്റ് ചെയ്യേണ്ടത് ആരാണ്? അവിടെ സ്വീകരിക്കേണ്ടത് ആരാണ്? അവിടെ വൈസ് ചാൻസലറാണ്. ഗവർണറോ ചാൻസലറോ? സ്വകാര്യ പരിപാടി ആരാണ് പങ്കെടുത്തത്? രാജേന്ദ്ര ആർലേക്കർ എന്ന നിലയിലല്ല, സർക്കാരിന്റെ എല്ലാ സ്വകാര്യ ചടങ്ങ് പറയൂ. ഗവർണറുടെ ഒരു സർവകലാശാലയിൽ നടക്കുന്ന സ്വകാര്യ ചടങ്ങ് എന്താ? ചാൻസലർ എന്ന നിലയിൽ സ്വകാര്യ ചടങ്ങാണല്ലോ. ആണല്ലോ. അപ്പൊ പിന്നെ എന്തിനാ സസ്പെൻഡ് ചെയ്തത്? കേട്ടില്ല. സ്വകാര്യ ചടങ്ങാണെങ്കിൽ ഇതിനെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത്? സ്വകാര്യ ചടങ്ങാണെങ്കിലും രജിസ്ട്രാറിന്റെ പദവിയിൽ നിന്നുകൊണ്ട് ചാൻസലറാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും നിയമത്തിനകത്ത് ഗവർണർ ചാൻസലർ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നു, ഒരു സ്വകാര്യ ചടങ്ങാണെന്ന് ആലോചിക്കും. ആ സ്വകാര്യ പങ്കെടുക്കുമ്പോൾ ഈ പറയുന്ന വൈസ് ചാൻസലർ വരണം എന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ബന്ധുവീട്ടിൽ പോയി പരിപാടി എഴുതി. എന്തിനാ വൈസ് ചാൻസലർ പോകുന്നത്? സർവകലാശാല ആസ്ഥാനത്ത് ചാൻസലറായ ഒരാൾ ഒരു പരിപാടിക്ക് എത്തുന്ന സമയത്ത് പ്രോട്ടോകോൾ പ്രകാരം അവിടെ
നിലവിൽ വൈസ് ചാൻസലർ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ വൈസ് ചാൻസലർ ഏത് വകുപ്പ് പ്രകാരമാണ് സർവകലാശാല സെനറ്റ് അല്ല ഞാനൊരു വരി പറഞ്ഞോട്ടെ. സർവകലാശാല സിൻഡിക്കേറ്റ് ഹാള് വാടകയ്ക്ക് കൊടുത്തൊരു സ്വകാര്യ പരിപാടി നടക്കുമ്പോൾ അവിടെ ചാൻസലർ വരുമ്പോൾ വൈസ് ചാൻസലർ വരണം എന്നുള്ളതിന്റെ സെക്ഷൻ പറഞ്ഞാൽ മതി. വന്നത് ഔദ്യോഗികമായിട്ടല്ല എന്ന് പറഞ്ഞല്ലോ. വന്നത് ഔദ്യോഗികമായിട്ടാണോ അല്ലയോ അത് പറയും ജിമ്മി. ഔദ്യോഗിക ചടങ്ങല്ല. അല്ല, വന്നത് ഔദ്യോഗികമായിട്ടാണോ അല്ലയോ? അതായത് സ്വകാര്യ ചടങ്ങാണ് ചാൻസലർ സ്വകാര്യ ചടങ്ങാണ് ചാൻസലറാണ് വന്നത്. ആ സ്വകാര്യ ചടങ്ങിൽ എങ്ങനെ ചാൻസലർ വരിക? എന്താ സ്വകാര്യ ചടങ്ങിൽ എങ്ങനെ ചാൻസലർ വരാൻ പറ്റുക? ചാൻസലർക്ക് എന്ത് സ്വകാര്യ ചടങ്ങ്? ഒരു സ്വകാര്യ ചടങ്ങാണെന്ന് യൂണിവേഴ്സിറ്റി പരിപാടിയല്ല. ചടങ്ങാണെങ്കിലും ഗവർണർ ചാൻസലർ എന്നുള്ള പദവി അദ്ദേഹത്തിന് വകുപ്പൊന്ന് കാണിച്ചു. ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലയിലേക്ക് വന്നതാണോ രാജേന്ദ്ര ആർലേക്കറായി സർവകലാശാലയിലേക്ക് വന്നതാണോ? ചാൻസലറും ഗവർണറും ഇല്ലാത്ത എന്റെ ഉത്തരം ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ആ സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ ഒരു സ്വകാര്യ പരിപാടിക്ക് വന്നാൽ എന്റെ ചോദ്യം കഴിഞ്ഞില്ല. വന്നാൽ വൈസ് ചാൻസലർ അവിടെ വരണം എന്നുള്ളത് ഏത് വകുപ്പിലാണ്? അവിടെയാണ് പ്രശ്നം. ഈ ആർഗ്യുമെന്റ് തന്നെ കോൺട്രഡിക്ടറി അല്ല. ചാൻസലർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് സ്വകാര്യ ചടങ്ങ് അത് പറയും? ചാൻസലർ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിലല്ല പങ്കെടുക്കുന്നത്. അല്ല, എന്റെ ചോദ്യം കേൾക്കൂ. മുഖ്യമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ചടങ്ങിന് പോകുന്നു. അവിടെ വെച്ച് ആ ചടങ്ങിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറി. സ്വകാര്യ ചടങ്ങിലൊന്നും മുഖ്യമന്ത്രി ഗവർണറൊന്നും പങ്കെടുക്കില്ല. അവർ ആ കുപ്പായ ഉരുവെച്ചിട്ടാണോ പോണേ? അങ്ങനെയല്ല. സർവകലാശാലയിൽ വരുന്നത് ഗവർണറായിട്ടാണോ ചാൻസലറായിട്ടാണോ രാജേന്ദ്ര ആർലേക്കറായിട്ടാണോ? ഇത് സർവകലാശാലയുടെ ചടങ്ങല്ല. എന്റെ തിരിച്ചുള്ള ചോദ്യമാണ്. എന്റെ തിരിച്ചുള്ള ചോദ്യമാണ്. മുഖ്യമന്ത്രി ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രിയാണ് ക്ഷണിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയായിട്ടാണ് വരുന്നത്. അവിടെ വെച്ച് ഒരു പോലീസുകാരൻ ആ പരിപാടി കുളവാക്കി എന്ന് വിചാരിച്ചു. ഞാൻ പറയട്ടെ പോലീസുകാരൻ ആ ചടങ്ങ് കുളവാക്കി. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സമയത്ത് പോലീസുകാരൻ അങ്ങനെ മോശമായ ഒരു കാര്യം ചെയ്താൽ ആ പോലീസുകാരനെതിരെ അതിന്റെ പേര് നടപടി ഉണ്ടാവും. 100%. പക്ഷെ ഇവിടുത്തെ കാര്യം എന്താ? സർവകലാശാല ഞാൻ പറഞ്ഞു കേൾക്കും. സർവകലാശാല എന്ന് പറയുന്നത് സർവകലാശാല സെനറ്റ് ഹാളാണ്. ആയിക്കോട്ടെ. ആ സർവകലാശാല സെനറ്റ് ഹാളിൽ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുത്തത് ചാൻസലർ എന്ന നിലയിലാണോ ഗവർണർ എന്ന നിലയിലാണോ രാജേന്ദ്ര ആർലേക്കർ ആയിട്ടാണോ? പറഞ്ഞല്ലോ, ചാൻസലർ നിലയിലാണല്ലോ. അദ്ദേഹത്തിന്റെ പദവി അദ്ദേഹം ഗവർണറാണ്, അദ്ദേഹം ചാൻസലറാണ്. എവിടെ പോയാലും അങ്ങനെ തന്നെ. എവിടെ പോയാലും അങ്ങനെയല്ല. അതെന്താ? ഞാൻ പറയാം. ഗവർണർ നിങ്ങൾ ഒരു സ്വകാര്യ ചടങ്ങിന് പോയാൽ അവിടെ ചാൻസലർ അല്ല ഗവർണറായ ഒരാളായിട്ടോ രാജേന്ദ്ര ആർലേക്കറായിട്ടാണോ പോവുക. ഉദാഹരണത്തിന് ചാൻസലർ എന്നുള്ളത് നമ്മുടെ സർവകലാശാലയിൽ കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് പുള്ളി ചാൻസലർ ആയിരിക്കുന്നത്. ആ ചാൻസലർ പദവി നാളെ ഗവർണർ അല്ലെങ്കിൽ നാളെ ചാൻസലർ അല്ല ഗവർണർ. അപ്പോൾ നിലവിൽ അയാൾ വന്നിരിക്കുന്നത് ചാൻസലർ ആയിട്ടാണെങ്കിൽ മാത്രമേ, അതായത് ഗവർണർ വന്നിരിക്കുന്നത് ചാൻസലർ ആയിട്ടാണെങ്കിൽ മാത്രമേ ചാൻസലറായി വന്ന ഗവർണറുടെ കാര്യത്തിൽ ഈ പറയുന്ന നിലപാട് ഈ രാജേന്ദ്ര ആർലേക്കറിനെതിരെ നിലപാട് നിലനിൽക്കൂ. ആർലേക്കർ പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ ഇപ്പൊ ഗവർണറായിട്ട് പുറത്തു പോകുന്നത്. അതിൽ ഞാൻ ചാൻസലർ അല്ല കേട്ടോ. അടുത്ത ഞാൻ ചാൻസലർ ആയിട്ടാണ് പുറത്തു പോകുന്നത്, ഗവർണർ ആയിട്ടല്ല കേട്ടോ. ഞാൻ ആർലേക്കർ ആയിട്ടാണ് പോകുന്നത്. ഈ കുപ്പായൊക്കെ കഴിച്ചു വെച്ചിട്ട് പറഞ്ഞിട്ടാണ് പോവുക. ഒരു നിമിഷം. നിലവിൽ ചാൻസലർ ആയിട്ടല്ല വന്നതെങ്കിൽ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്തത് എന്തിനാണ്? ചാൻസലർ ആയിട്ടല്ല വന്നതെങ്കിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് എന്തിനാണ്? ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ചാൻസലറായിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഴയ ഉദാഹരണം പറയുന്നത്. ചാൻസലറായിട്ട് അയാൾ ഒരു പരിപാടിക്ക് വരുന്നു. ആ പരിപാടി ഇനിയിപ്പം നിങ്ങൾ സെനറ്റ് ഹാൾ വിടും. സെനറ്റ് ഹാൾ അല്ല, ഞാൻ പറയുന്നത് ഇനി രജിസ്ട്രാർ വേറൊരു സ്ഥലത്താണ്. അവിടെ ഈ പരിപാടി കുളവാക്കി. അത് ചാൻസലറാണ്. ചാൻസലറോട് മോശമായി പെരുമാറിയെങ്കിൽ അതിന് പ്രശ്നമുണ്ടെന്നേ. അല്ല, താങ്കൾ പറഞ്ഞത് അല്ലല്ല, ആരും പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ആരും പറഞ്ഞത് ഒരു നിമിഷം സർ, നമ്മൾ അനാവശ്യമായി പറഞ്ഞ സമയം കളയരുത്. ചാൻസലർ എന്ന നിലയിലാണ് ചാൻസലറാണ് അവിടെ വരുന്നതെങ്കിൽ വൈസ് ചാൻസലറാണ് അദ്ദേഹത്തെ ഹോസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് അവിടുത്തെ പ്രോട്ടോകോൾ രീതി. അവിടെ ചാൻസലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രോ വൈസ് ചാൻസലർ, അതല്ലെങ്കിൽ
ഇനി അതുമല്ലെങ്കിൽ ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി വകുപ്പ് ഉണ്ടെങ്കിൽ പ്രോ വൈസ് ചാൻസലർ, ഇതാണ് അതിന്റെ പ്രോട്ടോകോൾ രീതി. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ചാൻസലറിന്റെ നിലയിലാണോ വന്നത്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ചാൻസലറിന്റെ നിലയിലാണോ വന്നത്? അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്, മുഖ്യമന്ത്രിയോ ഇതുപോലെയുള്ള എന്താ വീണ്ടും വീണ്ടും പറഞ്ഞത്, മുഖ്യമന്ത്രി ആരായാലും അവിടെ വന്ന അങ്ങനല്ല. ഉദാഹരണത്തിന് ഒരു കാര്യം കൂടി പറയാം. ഇനി ഇദ്ദേഹം ചാൻസലർ അല്ലാത്തൊരു സ്ഥലത്ത് പോയി എന്ന് കരുതുക, അവിടെ അദ്ദേഹം ഗവർണറായിട്ടാണ് വരിക, ആണല്ലോ, ഗവർണറായിട്ടാണ് വരിക. അവിടെ രജിസ്ട്രാർക്കോ വൈസ് ചാൻസലർക്കോ അവിടെ റോളില്ല, മനസ്സിലായോ? അതാണ് അദ്ദേഹത്തിന്റെ രീതി. ഇനി അവിടെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി പങ്കെടുത്താൽ പ്രോട്ടോകോൾ പ്രകാരം അവിടെ പങ്കെടുക്കേണ്ട ആളുകളുടെ ലിസ്റ്റുകളുണ്ട്. ഗവർണറുടെ പരിപാടിയാണ്, പ്രോഗ്രാമാണ്. അപ്പോൾ അതാണ് എന്റെ ചോദ്യം. ചാൻസലറുടെ നിലയിലാണെങ്കിൽ അതിന്റെ പ്രോട്ടോകോൾ പാലിക്കപ്പെടണം, അതവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ വന്നിരിക്കുന്നത് ഗവർണറായിട്ടോ അല്ല, ചാൻസലർ വന്നേക്കുന്ന ആരെന്നറിയോ? അവിടെ വന്നേക്കുന്നത് അങ്ങനല്ല. അത് തെളിഞ്ഞ സ്ഥിതിക്ക് അത് തെളിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ തിരിച്ചു ഞാൻ തിരിച്ചു വയ്ക്കുന്നത്. മുഖ്യമന്ത്രി ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നു, അവിടെ പോലീസ് വരുമല്ലോ. മുഖ്യമന്ത്രിയുടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, മുഖ്യമന്ത്രി ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്ന് വിചാരിക്കുക, പോലീസ് അവിടെ കാണും. ചിലപ്പോ പോലീസ് ഇല്ലെന്ന് തന്നെ വിചാരിച്ചു, പോലീസുകാരൻ അവിടെ ഒന്ന് അലമ്പുണ്ടാക്കിയ പ്രശ്നം ഉണ്ടാക്കിയാൽ പോലീസുകാരൻ നടപടി അങ്ങനെയല്ലല്ലോ. ഇത് എന്ന് മാത്രമല്ല ഒരു പ്രശ്നമുണ്ട്. ഇത് അക്കാഡമിക് കാര്യങ്ങൾ വ്യക്തമായല്ലോ. കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. എന്റെ ഒരു ചാൻസലർ എന്ന നിലയിലാണോ വന്നത് എന്ന എന്റെ ഒറ്റ ചോദ്യത്തിന് ജിമ്മി എന്താ ഉത്തരം പറയാതെ? ചാൻസലർ ആണ് വന്നത് ആണെങ്കിൽ വൈസ് ചാൻസലർ അവിടെ വേണം. വൈസ് ചാൻസലർ വരണമെങ്കിൽ അതൊരു ഔദ്യോഗിക പരിപാടിയാവണം. ഔദ്യോഗിക പരിപാടിയിൽ മാത്രമല്ല സർ ചാൻസലർ പോകുന്നത്. രാജേന്ദ്ര ആർലേക്കർ എന്ന ഗവർണർ, രാജേന്ദ്ര ആർലേക്കർ അങ്ങനെ പറയരുത്. ഞാൻ തിരിച്ചു ചോദിക്കാണ്, ഒരു പരിപാടി കേരള യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആണല്ലോ, തർക്കമൊന്നുമില്ലല്ലോ. കേരള യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ അവിടെ നടക്കുന്ന ഒരു സ്വകാര്യ പരിപാടിയാണ്, സ്വകാര്യ ഹാളാണ്. അവിടെ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ മൊത്തം കാര്യങ്ങൾ നോക്കുന്ന ആളാണല്ലോ രജിസ്ട്രാർ. അയാൾക്ക് അത് അവിടെ മര്യാദയ്ക്ക് നടത്തേണ്ട ഒരു യുക്തിയുണ്ട്. ഇനി എന്തിനാണ് ഒരു മിനിറ്റ് എന്താണ് ആ പരിപാടി? താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, എന്റെ വാദത്തെ താങ്കൾ ഖണ്ഡിക്കാൻ ശ്രമിച്ചത് ചാൻസലർ എന്ന നിലയിലല്ല എന്നാണെന്നാണ് ഞാൻ കരുതിയത്. താങ്കൾ ഇപ്പോഴും പറയുന്നു ചാൻസലർ എന്ന നിലയിലാണ് വന്നത്. ചാൻസലർ എന്ന നിലയിൽ പങ്കെടുക്കേണ്ട പരിപാടിയാണോ അവിടെ നടന്നത്? ഒറ്റ ചോദ്യം. അല്ല, പിന്നെ ചാൻസലർ എന്തിനാ വരുന്നത്? അതാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. ചാൻസലറായ രണ്ടും പറയുന്നത് ഇത് രണ്ടുമാണെന്ന്. ഇത് രണ്ടും ആയതുകൊണ്ടാണ്. ഇത് രണ്ടും ആയതുകൊണ്ടാണ്. അവിടെയാണ് പ്രശ്നം. അതാണ് നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ചാൻസലർ ആവും. എപ്പോ ഈ രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്യുമ്പോൾ ചാൻസലർ ഞാൻ ചോദിക്കട്ടെ, രാജേന്ദ്ര ആൾക്കാർ പുറത്ത് ചായ കുടിക്കാൻ പോയി, അപ്പൊ ഇത് ആരാ? ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഗവർണർ എന്നുള്ള നിലയ്ക്ക് അവിടെ വരികയാണെന്ന് വെക്കുക. അവിടെ വരികയാണെങ്കിൽ വെക്കുന്ന സമയത്ത് അവിടെ സെനറ്റ് ഹാളിന്റെ അധികാരി എന്ന് പറയുന്ന ആരാണ്? ഈ പറയുന്ന പിന്നെ രജിസ്ട്രാറാണ്. അദ്ദേഹത്തിന് അവിടെ എന്ത് നിലപാടും എടുക്കാം. അദ്ദേഹത്താണ് അതിൻ്റെ അതോറിറ്റി. അദ്ദേഹം ആ പരിപാടി അവിടെ നടത്തണ്ട എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ആ പറഞ്ഞ രജിസ്ട്രാർക്കുണ്ട്. ആ പരിപാടിൻ്റെ ഒരു മിനിറ്റ് ആ ഹോളിൻ്റെ അധികാരി എന്ന് പറയുന്നത് രജിസ്ട്രാറാണ്. ആ നിലപാടെടുത്തതിനാണല്ലോ ഈ അനുവാദം കൊടുത്തതിന് ശേഷം ആര് പറഞ്ഞാലും അനുവാദം കൊടുത്തല്ലോ. സ്വകാര്യ ചടങ്ങിൽ അതൊരു പ്രശ്നമല്ല. ഇതുകൂടെ എന്നിട്ട് വി സി ഇന്ന് പറഞ്ഞതെന്താ വി സി? ഞാൻ സിൻഡിക്കേറ്റിനോട് നടപടി എടുക്കാൻ പറഞ്ഞു, അവരെടുത്തില്ല എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റ് നടപടി എടുക്കാൻ കാര്യമില്ല എന്ന് കണ്ടെത്തി. അപ്പൊ വി സി എന്ന് പറയാണ് ഇന്ന് വി സി പറഞ്ഞെന്താ?
സിൻഡിക്കേറ്റോട് നടപടി എടുക്കാൻ പറഞ്ഞു. സിൻഡിക്കേറ്റ് നടപടി എടുത്തോ? VC യെ സസ്പെൻഡ് ചെയ്യാണ്. നടപടി എടുത്തത് VC ആണ്. അത് VC ആദ്യത്തെ ആർഗ്യുമെന്റ് ഇതാണ്. ചാൻസലർ എന്ന നിലയിൽ പങ്കെടുക്കേണ്ട ഒരു പരിപാടിയല്ല അവിടെ നടന്നത് എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായി, ജിമ്മിക്കും അത് മനസ്സിലായി. എനിക്ക് മനസ്സിലായിട്ടില്ല, പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടില്ല. ചാൻസലർ എന്ന നിലയിൽ പങ്കെടുക്കേണ്ട പരിപാടിയാണോ അത്? ചാൻസലർ, ഞാൻ പറഞ്ഞില്ലേ, ചാൻസലർ എന്ന് പറയുന്ന വ്യക്തി അവിടെ ചെല്ലുമ്പോൾ ആ മനുഷ്യനോട് കാണിക്കേണ്ട മിനിമം മര്യാദ ഗവർണർ 6 ലേക്കർ ചായ കുടിക്കാൻ പോയാൽ ആരാ? വെറും 6 ലേക്കറാണോ? നിസ്സാരവൽക്കരണം. സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തത് ചാൻസലർ ആയിട്ടാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, ചാൻസലർ എന്ന നിലയിൽ പങ്കെടുക്കേണ്ട പരിപാടിയാണോ അത്? അത് അദ്ദേഹമല്ലേ പത്മനാഭ സേവാ സമിതിയുടെ നോട്ടീസ് ഉണ്ട്. നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗവർണറായ രാജേന്ദ്ര ആർലേക്കർ, ചാൻസലറായ രാജേന്ദ്ര ആർലേക്കർ. കേൾക്കൂ, ഞാൻ പറഞ്ഞു നിങ്ങളെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവർണർ എന്ന നിലയിൽ പങ്കെടുക്കേണ്ട പരിപാടികളുണ്ട്, ചാൻസലർ എന്ന നിലയിൽ പങ്കെടുക്കേണ്ട പരിപാടിയുണ്ട്, ഇനി രാജേന്ദ്ര ആർലേക്കറിന് വ്യക്തിപരമായിട്ട് പങ്കെടുക്കേണ്ട പരിപാടിയും ഉണ്ടാവും. ഈ പരിപാടിയിൽ അവർ വിളിച്ചിരിക്കുന്നത് കേരളത്തിലെ ഗവർണർ വന്ന് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നു. ചാൻസലർ എന്നല്ല, അവിടെ ഗവർണർ എന്ന നിലയിലാണ്. ആണല്ലോ. അങ്ങനെ ഗവർണർ എന്ന നിലയിൽ അവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് താങ്കൾ പറഞ്ഞ പോലെ സ്വകാര്യ പരിപാടിയാകുമ്പോൾ നിയമലംഘനമുണ്ടെന്ന് തോന്നിയാൽ ആർക്ക് തോന്നണം? അവിടെയുള്ള സ്ഥാപനത്തിലെ ഉടമയ്ക്ക്, അതിൻ്റെ ഉത്തരവാദിത്വമുള്ള ആൾക്ക്, രജിസ്ട്രാർക്ക് തോന്നിയാൽ അത് തടയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം. ഇനി കേൾക്കൂ, സ്റ്റാറ്റ്യൂട്ടുണ്ട്. എന്താ മതപരമോ രാഷ്ട്രീയ കക്ഷികളുടേതോ പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല. കേൾക്കൂ, മതപരമോ രാഷ്ട്രീയമോ ആയ വിഷയങ്ങളിൽ അവിടെ സെനറ്റ് ഹാൾ കൊടുക്കാൻ പാടില്ല. ഇനി മതപരമല്ല എന്ന് നമുക്ക് തർക്കിക്കാം. എപ്പോൾ തർക്കിക്കാം? അത് ആദ്യം ആരാ ആക്ഷൻ എടുക്കേണ്ടത്? മറ്റേതു കാരണങ്ങളാലും ഇവിടെ പരിപാടി നടത്തുന്നത് പിൻവലിക്കാനുള്ള അവകാശം, ഈ അനുമതി പിൻവലിക്കാനുള്ള അവകാശം രജിസ്ട്രാർക്കുണ്ട്. ഇത് ചട്ടമാണ്, എഴുതി ഒപ്പിട്ടിരിക്കുന്ന ചട്ടമാണ്. അതാണ് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചത്. കേൾക്കൂ, അത് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായി വിളിച്ചിട്ട് ഗവർണറുടെ ഓഫീസിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. അവസാനം വളരെ കൃത്യമായി ലാൻഡ് ചെയ്യുന്നു. ഒരു നിമിഷം അവിടെ കൃത്യമായി ലാൻഡ് ചെയ്യുന്നു. ആ സംഭവം എല്ലാം നടന്നത് അങ്ങനെയാണ്. കേൾക്കൂ, അവിടെ പരിപാടി നടത്താൻ വരുമ്പോൾ ഭാരതാംബയുടെ ചിത്രം കാണുന്ന സമയത്താണ് അത്. 5:30 പരിപാടി 4:30 ഭാരതാംബയ്ക്ക് പ്രശ്നമില്ല. ഭാരതാംബയ്ക്ക് പ്രശ്നമുണ്ട് ജിമ്മി. എന്താണ് പ്രശ്നം? ഒന്ന്, അത് ഇന്ത്യയുടെ ഭൂപടമല്ല. ഇന്ത്യയുടെ ഭൂപടം അത് സ്വകാര്യ ചടങ്ങാണ് സാർ. സ്വകാര്യ ചടങ്ങിൽ അങ്ങനെ സർവകലാശാല വെച്ച് കളിക്കാൻ സർവകലാശാലയിൽ മതപരമായ അല്ല. എന്താ കാര്യം? മതപരമായ ഭാരതാംബ മതമാണോ? ഭാരതാംബ എവിടെ നിന്ന് വന്ന ഭാരതാംബയോ? ഈ ഭാരതാംബ രാഷ്ട്രീയമായി RSS ഉപയോഗിക്കുന്നതാണോ? മതപരമല്ലേ? കേട്ടില്ല. RSS മതപരമല്ലേ? അല്ല, ഇത് രാഷ്ട്രീയമാണ്. RSS ഒരു രാഷ്ട്രീയ സംഘടനയാണ്. ദേശീയവാദം പ്രോത്സാഹിപ്പിക്കുന്ന സാംസ്കാരിക ദേശീയവാദം രാഷ്ട്രീയ സംഘടനയാണ്. മതസംഘടനയാണ് RSS. മതസംഘടനയോ? അത് ശരി. എന്റെ പൊന്നു സാറേ, ഹിന്ദുസവും ഹിന്ദുത്വവും രണ്ടാണ്. ദയവേത് മനസ്സിലാക്കി. ഹിന്ദുസം മതമാണ്, ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. അത് ബേസിക്സ് ആണ്. വീണ്ടും തർക്കിച്ച സമയങ്ങളിൽ വേണ്ട, താങ്കൾ പറഞ്ഞോളൂ. നിലവിൽ അപ്പോൾ 2 ആർഗ്യുമെന്റ് ആണ്. ഒന്ന്, അവിടെ ഗവർണർ എന്ന നിലയിൽ പങ്കെടുക്കുന്നു, അവിടെ അനാവശ്യമായ ഒരു വിഷയം ഉണ്ടാക്കുന്നു. അതിന് തുടക്കം കുറിക്കുന്നത് ഈ പറയുന്ന മോഹൻ കുന്നുമലാണ്. അത് നമ്പർ 1. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എന്ത് പേരിലാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? സസ്പെൻഡ് ചെയ്യാനുള്ള ചട്ടമുണ്ട്, ശരിയാണ്. 10(3) പ്രകാരം ഈ നിലവിൽ സിൻഡിക്കേറ്റ് യോഗം കൂടാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാം. സസ്പെൻഡ് ചെയ്താൽ ആ വിവരം സിൻഡിക്കേറ്റ് കൂടുന്ന സമയത്ത് അത് റിവോക്ക് ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? സിൻഡിക്കേറ്റിൽ നിക്ഷിപ്തമാണ്. നിയമനാധികാരി സിൻഡിക്കേറ്റായ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഹർജി പിൻവലിച്ചതെന്ന് ജിമ്മി കരുതുന്നത്? ഹർജി പിൻവലിച്ചതിൻ്റെ കാരണം ഈ സിൻഡിക്കേറ്റ്, സ്പെഷ്യൽ സിൻഡിക്കേറ്റ് കൂടാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ആ ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ സിൻഡിക്കേറ്റ് കൂടി. സിസ തോമസ് എന്തിനാ സ്പെഷ്യൽ സിൻഡിക്കേറ്റ് കൂടിയത്? ഞായറാഴ്ച സാമ്പത്തിക കാര്യം ചർച്ച ചെയ്യാനാണോ? അക്കാദമിക് കാര്യം ചർച്ച ചെയ്യാനാണോ? ഹൈക്കോടതിയിൽ വന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ, ഒരു നിമിഷം, ഹൈക്കോടതിയിൽ വന്ന കേസിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ സിൻഡിക്കേറ്റ്. സിസ തോമസ് ചെയർ ചെയ്യുന്നു.
അജണ്ടയിൽ എന്താ വിഷയം ഉൾപ്പെടുത്താൻ സിസ തോമസിന് പറ്റാത്തത്? സുജാത തോമസിന്റെ ഡിസ്ക്രിപ്ഷൻ അധികാരമാണ്. എന്തിനാ സിൻഡിക്കേറ്റ് കൂടിയത്? സ്പെഷ്യൽ സിൻഡിക്കേറ്റ് അജണ്ട എന്തായിരുന്നു? സിൻഡിക്കേറ്റ് അജണ്ട, ആ സ്പെഷ്യൽ സിൻഡിക്കേറ്റിന്റെ കാരണം എന്താ? സിൻഡിക്കേറ്റിന്റെ അജണ്ട എന്താ തീരുമാനിക്കുന്നേ? എന്റെ പൊന്നു സാറേ, അതാണ് നിയമം. ഇതാണ് നിയമം. അല്ല, ആ നിയമം പറയാമോ? കേട്ടോളൂ, നിയമം പറഞ്ഞുതരാം. ആ നിയമം പറഞ്ഞുതരാം. അപ്പോൾ നിലവിൽ VC അവിടെ വരുന്നു. ഹൈക്കോടതിയിൽ കേസ് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ സിൻഡിക്കേറ്റ് കൂടുന്നു. ആ സ്പെഷ്യൽ സിൻഡിക്കേറ്റ് കൂടുന്നത് വേറെ ഒരു കാര്യം ചർച്ച ചെയ്യാനല്ലോ, ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണല്ലോ. അല്ലല്ല, കൃത്യമായിട്ട് പറ. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയിൽ എന്താണ് അഫിഡവിറ്റ് എന്ന് ചർച്ച ചെയ്യാനാണ് യോഗം. കേട്ടില്ല, അതാണ് അജണ്ട. അത് അജണ്ടയിൽ ഇല്ല. പിന്നെന്താണ്? ആ അജണ്ടയിൽ വരുന്ന സമയത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നു സത്യം കേൾക്കൂ. അത് ചർച്ച ചെയ്യുന്ന സമയത്ത് രജിസ്ട്രാറുടെ വിഷയം ഈ സിൻഡിക്കേറ്റ് റദ്ദു ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു എന്നുള്ളത് പ്രമേയം വരണമെന്ന് പറയുന്നു. എന്നുള്ളത് നിലവിൽ സെക്ഷൻ പ്രകാരം 10(3) പ്രകാരം നിങ്ങൾ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറെ തിരിച്ചെടുക്കുന്നു, അഥവാ അത് റദ്ദു ചെയ്തുകൊണ്ട് സിൻഡിക്കേറ്റ് തീരുമാനം പാസ്സാക്കണമെന്ന് പറയുന്നു. VC എഴുന്നേറ്റ് പോകുന്നു. കേൾക്കൂ, എങ്ങനെയാണോ സസ്പെൻഡ് ചെയ്തത്? സസ്പെൻഡ് ചെയ്തതിന്റെ ക്ലോസാണ് ഞാൻ ഈ പറഞ്ഞത്. സസ്പെൻഡ് ചെയ്തത് പ്രകാരമുള്ള രജിസ്ട്രാറെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സിൻഡിക്കേറ്റ് ആവശ്യപ്പെടുന്നു. VC പോകുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം, VC പോയാൽ സ്പെഷ്യൽ സെഷൻ നടക്കുമോ? അതാണ് ചോദ്യം. ജിമ്മിക്ക് എന്താ തോന്നുന്നത്? നടക്കില്ല. നടക്കും. ഞാൻ പറഞ്ഞുതരാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് എന്ന് പറയുന്നത്. നിലവിൽ 2/8/2012 കേരള സർവകലാശാലയിൽ ചാപ്റ്റർ 612 പ്രകാരം, സ്റ്റാറ്റ്യൂട്ട് ചാപ്റ്റർ 612 പ്രകാരം ഡോക്ടർ ജോളി ജേക്കബ് അധ്യക്ഷ വഹിച്ചിട്ടുണ്ട്. എപ്പോഴാണ് അധ്യക്ഷ വഹിച്ചത്? VCയും Pro VCയും അവിടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്പെഷ്യൽ ചെയറിനെ കൊണ്ടുവന്ന് നടത്തിയിട്ടുണ്ട്. ഇത് എവിടെ റേറ്റിഫൈ ചെയ്തിട്ടുണ്ട്? 23/8/2012 സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ സെക്ഷൻ പ്രകാരം ജോളി ജേക്കബിനെ താൽക്കാലിക ചെയർപേഴ്സണായി സിൻഡിക്കേറ്റ് തീരുമാനിക്കാം. അങ്ങനെ ചെയർപേഴ്സണെ തീരുമാനിച്ച് സിൻഡിക്കേറ്റ് മിനിറ്റ്സ് നടത്താം. അങ്ങനെ നടത്തിയ സിൻഡിക്കേറ്റാണ് ഇവിടെ സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്നത്. അതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതിനകത്തൊരു പ്രശ്നമുണ്ട്. നമ്മുടെ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈസ് ചാൻസലർ ഷെയർ ചെയ്ത് വൈസ് ചാൻസലറിന്റെ അഭാവത്തിൽ, വൈസ് ചാൻസലറുടെ അഭാവത്തിലാണ്. വൈസ് ചാൻസലർ ഉണ്ട് സാർ. വൈസ് ചാൻസലർ ഒരു അജണ്ട വെച്ചു, ആ തീരുമാനം കഴിഞ്ഞു, വൈസ് ചാൻസലർ യോഗം പിരിച്ചുവിട്ടു. അങ്ങനെ തന്നെയാണ്. വൈസ് ചാൻസലർ ഇല്ലാത്തപ്പോഴാണ് പ്രോ വൈസ് ചാൻസലർ ഞാനൊന്ന് പറഞ്ഞു കേൾക്കൂ. വൈസ് ചാൻസലർ ഇല്ലാത്തപ്പോഴാണ് പ്രോ വൈസ് ചാൻസലർക്കോ സീനിയർ അംഗത്തിനോ സിൻഡിക്കേറ്റ് വിളിച്ചുകൂട്ടാം. ഇവിടെ വൈസ് ചാൻസലർ ഉണ്ട്. അല്ല, അതാണ് പ്രശ്നം. വൈസ് ചാൻസലറുടെ അസാന്നിധ്യത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ നിലവിൽ വൈസ് ചാൻസലർ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ വൈസ് ചാൻസലർ ഇറങ്ങിപ്പോകില്ല. യോഗം പിരിച്ചുവിടുകയാണ്. സർവകലാശാലയുടെ നിയമസഭയിലെ സ്റ്റാറ്റ്യൂട്ട് അല്ല സാർ. സർവകലാശാലയ്ക്ക് രണ്ടും രണ്ടാ. വൈസ് ചാൻസലർക്ക് യോഗം പിരിച്ചുവിടാൻ അധികാരമില്ല. കേൾക്കൂ. അങ്ങനെ സിൻഡിക്കേറ്റ് തീരുമാനിക്കുന്നു. ആ സിൻഡിക്കേറ്റ് തീരുമാനം വരുന്ന ഘട്ടത്തിൽ ഹർജി അവിടെ നിൽക്കില്ല. അത് ഇൻഫ്രക്ച്വസ് ആയി. അങ്ങനെ ഹർജി ഇൻഫ്രക്ച്വസ് ആവുന്നത് എപ്പോഴാണ്? നിലവിൽ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനപ്രകാരം രജിസ്ട്രാർ റിവോക്ക് ചെയ്യപ്പെട്ടു എന്ന് സിൻഡിക്കേറ്റിന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ തോമസിന് ഗവർണർക്ക് എന്താ അവരുടെ നിലപാട്? ജനാധിപത്യപരമാണോ? അതാണോ പ്രശ്നം? നിങ്ങൾ നിയമം പറയുമ്പോൾ നിയമം പറ. വൈസ് ചാൻസലറുടെ അഭാവത്തിൽ വൈസ് ചാൻസലർ വിളിച്ചു ചേർത്ത ഒരു യോഗം, വൈസ് ചാൻസലർ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ വൈസ് ചാൻസലർ യോഗം വൈസ് ചാൻസലർ യോഗം പിരിച്ചുവിടുകയാണ്. അപ്പൊ പറയാം സ്പീക്കർ യോഗം പിരിച്ചുവിട്ടു നിയമസഭ. അപ്പൊ പറയാണ് അടുത്ത ഞാനാണ് മുതിർന്ന നടക്കട്ടെ നിയമസഭ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ വൈസ് ചാൻസലർ ബേസിക്സ് ആണ്. വൈസ് ചാൻസലർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ബാക്കിയുള്ളവർക്ക് യോഗം കണ്ടക്ട് ചെയ്യാൻ ആർഗ്യുമെന്റ് നിൽക്കില്ല. നമ്പർ 1. 2/8/2012 സമാനമായ സാഹചര്യം അജയഘോഷും പ്രീവിയസിയും പങ്കെടുക്കാത്ത ചടങ്ങാണ് വിളിച്ചു ചേർത്തത്.
ജോളി ജേക്കബ് ആ ഷെയർ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത സിൻഡിക്കേറ്റ് മീറ്റിംഗിൽ ഇത് ഒബ്ജക്ട് ചെയ്യപ്പെടുന്നുണ്ട്, അത് റൈറ്റിഫൈ ചെയ്യപ്പെടുന്നുണ്ട്, അന്നെടുത്ത തീരുമാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും അത് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിലനിൽക്കുന്നു. അഭാവത്തിലല്ല വൈസ് ചാൻസലർ അവിടെ ഉണ്ട്. വൈസ് ചാൻസലർ യോഗം നടത്തി, വൈസ് ചാൻസലർ യോഗം പിരിച്ചുവിട്ടു. അതിനുശേഷം നടക്കാൻ പറ്റില്ല. സ്പീക്കറെ നിയമസഭ പിരിച്ചുവിട്ടാൽ പിന്നെ നടത്താൻ പറ്റില്ല. സ്പീക്കർ പോലെയല്ല വിസിയുടെ നോക്കൂ. ഒന്ന് VC താൽക്കാലിക VC അവിടെ വിളിക്കുന്നു, സ്പെഷ്യൽ സെഷൻ വിളിക്കുന്നു. സ്പെഷ്യൽ സെഷന് ശേഷം സ്റ്റാറ്റ്യൂട്ട് 6(1) പ്രകാരം അതാ ചാപ്റ്റർ വൈസ് ചാൻസലറുടെ അഭാവമാണ്. എപ്പോഴാണ് വൈസ് ചാൻസലർ ആ അജണ്ട പൂർത്തിയാക്കാതെ അജണ്ടയിലാണ് ചർച്ച നടന്നല്ലോ. എവിടെ? എന്താണ് ഈ പറയുന്നത്? രണ്ടാമത്തെ നിങ്ങൾ ചരിത്രം പറയുന്നത് അസ്വസ്ഥരാവല്ലേ ജിമ്മി? ഈ മോഹൻ കുന്നുമലിന് എന്താണ് യോഗ്യത? ഈ സർവകലാശാലയുടെ ഇത്രയും മികവുള്ള സർവകലാശാലയുടെ VC ആയിരിക്കാൻ UGCയുടെ റെഗുലേഷൻ അനുസരിച്ച് ഒരു PhD വേണം, 10 വർഷത്തെ പ്രൊഫസർഷിപ്പ് വേണം. ഇതാണ് കോടതി എന്താ അനുവദിച്ചു കൊടുത്തത്. മറ്റൊരു സർവകലാശാലകളിലും നിലവിൽ പെർമനന്റ് VCമാർ ഇല്ലാത്തത് കൊണ്ട് താൽക്കാലിക VC ആയിട്ട് തുടരാം. അതിനെതിരെ സുപ്രീം കോടതി കേസ് പോയിരിക്കുക. ഈ VC ചെയ്തുകൊണ്ടിരിക്കുന്നത് മിനിമം യോഗ്യത പോലും കേരള യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ടിരിക്കാനുള്ള മിനിമം യോഗ്യത പോലും UGC റെഗുലേഷൻ പ്രകാരം മോഹൻ കുന്നുമലിനില്ല. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 3. പോയിന്റ് നമ്പർ 4, ഒരു മാസത്തിൽ 5-6 ദിവസം മാത്രം അവിടെ എത്തുന്നയാളാണ് ഈ മോഹൻ കുന്നുമൽ. അവിടെ എത്തിയതിനു ശേഷം തടഞ്ഞു വയ്ക്കപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം നമ്മൾ പറഞ്ഞതാണ്. അവിടെ വന്ന CAS പ്രൊമോഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. വിദേശ സർവകലാശാല വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് സ്തംഭനം നടക്കുന്നു. അടുത്തത് 4ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴെന്താ രജിസ്ട്രാറിന്റെ വിഷയത്തിലുള്ള തർക്കം. മിനി കാപ്പനെ അവിടെ അംഗീകരിക്കുകയാണ് രജിസ്ട്രാറായിട്ട്. നിലവിൽ സിൻഡിക്കേറ്റ് അവിടെയുണ്ട്. ആ വിഷയത്തിൽ ആദ്യം മിനി കാപ്പൻ വിസമ്മതിക്കുന്നു, ഉത്തരവിടുന്നു. എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് സർവകലാശാലയിൽ നടക്കുന്നത്. എന്നിട്ട് നിലവിൽ എല്ലാ ഫയലുകളും തനിക്ക് കിട്ടണം, എല്ലാ ഫയലുകളും നേരിട്ട് ആക്സസ് വേണമെന്നാണ് VC പറയുന്നത്. VCക്ക് എന്ത് അധികാരമാണ് അതിനുള്ളത്? അതിനുവേണ്ടി VC ആരെയെ സമീപിക്കുന്നത്? സ്വകാര്യ സർവീസ് പ്രൊവൈഡറെ സമീപിക്കുന്നു. സ്വകാര്യ സർവീസ് പ്രൊവൈഡർ എടുത്ത് പറയാണ് അഡ്മിൻ നിയോഗിച്ച് എല്ലാ നോഡൽ ഓഫീസർമാരുടെയും ആക്സസ് കട്ട് ചെയ്യണം. ഒന്ന് നോക്കൂ, ഹിറ്റ്ലർ ഒരു രാജ്യമാണ് ഭരിച്ചതെങ്കിൽ കുന്നുമ്മൽ ഭരിക്കാൻ ശ്രമിച്ചതൊരു സർവകലാശാലയാണ്. അവിടുത്തെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മേലാണ് അയാൾ ഒരു ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്നത്. എന്നിട്ടാണ് ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരവില്ലാതെ കിടന്ന് പെരളുന്നത്. എന്നിട്ടാണ് മോഹൻ കുന്നുമ്മൽ ഇപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറയുകയും അതൊരു ക്രിമിനൽ ഒഫൻസ് ആണെന്ന് അയാൾ പറയുകയും ചെയ്യുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അയാൾ ഇത് പറയുന്നത്? ഇത് തുടങ്ങിയത് മോഹൻ കുന്നുമ്മൽ, ഇത് വളർത്തിയത് മോഹൻ കുന്നുമ്മൽ, ഈ നടപടികളുമായി പോയത് മോഹൻ കുന്നുമ്മൽ. ഈ സർവകലാശാലയുടെ അന്ത്യം കണ്ടുപോകുന്ന ഒരു VC ആയി മാറാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഐൻസ്റ്റീനെ പോലെയുള്ള വലിയ പ്രതിപാദനരായ ആളുകളെ സർവകലാശാലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു സർവകലാശാലയ്ക്ക് ഇതിലും മികച്ച ഒരു VCയെ അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുളം തോണ്ടാൻ വരുന്ന മുന്നമാരെ തിരിച്ചറിയണം എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. ഒരിടവേള. Meet the editors.